വണ്ടർസ്കേപ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ നിൽക്കേണ്ട നോർത്ത് വെയിൽസിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു കാസലിലാണ്, കാർണർഫോൺ കാസൽ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇതിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. നമുക്ക് നോക്കാം ഇവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണ്. കാസല് ബ്രിട്ടീഷ് റോയൽറ്റി ആയിട്ട് നല്ല ബന്ധമുള്ള ഒരു കാസലാണ്. കാരണം എന്താ വെച്ചാൽ പ്രിൻസ് ഓഫ് വെയിൽസിനെ സാധാരണ ഇവിടെയാണ് പ്രിൻസ് ഓഫ് വെയിൽസ് ആയിട്ട് ക്രൗൺ ചെയ്യുക. ഇൻവെസ്റ്റിച്യൂർ എന്നോ എന്താണ് അതിന് പറയുക. ആ സെറിമണി ഈ കാസലിൽ വെച്ചിട്ടാണ് നടക്കുക. അപ്പോൾ പ്രിൻസ് ചാൾസിനെ 1969 50 വർഷം മുമ്പെയാണ് ഇവിടെ ഹെയർ ടു ദി ക്രൗൺ അതിൻ്റെ സെറിമണീസ് ഒക്കെ ഇവിടെയാണ്, ഒഫീഷ്യൽ സെറിമണീസ് ഒക്കെ ഇവിടെയാണ് നടത്തിയിരിക്കുന്നത്. എന്താ വെച്ചാൽ അത് വെയിൽസിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാസലാണ്, അതുകൊണ്ട് അതിന് ഭയങ്കര സിംബോളിക് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സ്ഥലമാണ്. അപ്പം അങ്ങനെ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഇത്രയും ഹിസ്റ്റോറിക് ആയിട്ടുള്ള സ്ഥലത്ത് നല്ല രസമുണ്ട്. ഭയങ്കര ഇരുട്ടാണല്ലോ ഇതിൻ്റെ അകത്ത്. അപ്പം ഇതാണ് ഗ്രാനറി ടവർ. നമ്മൾ ഗ്രാനറി ടവറിൻ്റെ മുകളിലെത്തി. ഇവിടെ ഒരു ഡെഡ് എൻഡ് ആണ് തോന്നുന്നുണ്ട്. ഗ്രാനറി ടവറിൽ താഴത്തേക്കൊക്കെ ആയിട്ട് ഇങ്ങനെ പോവാം. ഇടവഴികളാണ്. കുറച്ച് അഡ്വഞ്ചറസ് ആണ് ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ്. ചെറിയൊരു വഴി, ഇരുട്ടാണ്. എനിക്കറിയില്ല, അത് ഷൂട്ടിങ്ങിൽ അധികം ക്ലിയർ ഒന്നും ആവുണ്ടാവില്ല. ആ ഇടവഴിക്കൂടെ കയറി സെക്കൻഡ് ഫ്ലോർ വരെ കയറി. ഇപ്പോഴാണ് ഇങ്ങനെ ഒരു നമ്മൾ ഇതിൻ്റെ കോട്ടവാതിലിൽ എന്ന് പറയാൻ വേണമെങ്കിൽ അതിൻ്റെ മുകളിൽ കൂടെയാണ്. ഇപ്പോൾ അടിപൊളി വ്യൂ ആണ് മുകളിൽ നിന്ന്, അസാധ്യ വ്യൂ. ഈ ടവറാണ് നമ്മൾ കയറി വന്നത്. നമുക്ക് മിക്കവാറും ഇതിങ്ങനെ സർക്കിൾ ചെയ്ത് പോകാൻ തോന്നുന്നുണ്ട്. ഈ കോട്ടയുടെ ഒരു വിധം മുകളിൽ നിന്ന് ഇറങ്ങി നടന്ന് നമുക്കിങ്ങനെ പോവാം. അപ്പോൾ ഈ കാസലിന് സ്ട്രക്ചറിൽ കുറേ പ്രാധാന്യമുണ്ട്. ഒന്നാമത് ഇതൊരു 12th സെഞ്ച്വറി കാസലാണ്. അന്ന് 11th സെഞ്ച്വറി മുതലേ ഇതുണ്ടെങ്കിലും 12th സെഞ്ച്വറിയിലാണ് ഇത് റോക്ക് സ്ട്രക്ചറിൽ വീണ്ടും ബിൽഡ് ചെയ്തത്. അപ്പോൾ അത്രയും പുരാതനമായിട്ടുള്ള ഒരു കാസലാണ്. പിന്നെ ഇതിൻ്റെ സ്ട്രക്ചർ ഒരു അവർ ഗ്ലാസ് സ്ട്രക്ചറാണ് എന്നാണ് പറഞ്ഞത്. നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ മുകളിലും താഴെയും കുറച്ച് വിട്ട്, നടുവിൽ സ്ലെൻഡർ ആയിട്ടുള്ള. പിന്നെ ഇതിൻ്റെ ടവേഴ്സൊക്കെ ഒക്ടഗണൽ ഷേപ്പിലാണെന്നും വായിച്ചു. അപ്പോൾ അങ്ങനെ കുറേ അധികം പ്രാധാന്യങ്ങൾ അല്ലെങ്കിൽ പ്രത്യേകതകളുള്ളൊരു കാസൽ കൂടിയാണ് ഇത്. അന്നത്തെ കാലത്ത് ഭയങ്കര കോസ്റ്റ് ആയിട്ടുള്ള ഒരു ഏറ്റവും കോസ്റ്റ് കൂടിയ 22,000 പൗണ്ട്സ്. എനിക്ക് തോന്നുന്നു 12th സെഞ്ച്വറി 13th സെഞ്ച്വറി കാലഘട്ടത്തിലുള്ള ആ കാലത്ത് 22,000 പൗണ്ട്സ് ആണ് ഇതിൻ്റെ കോസ്റ്റ് ഉണ്ടായിരുന്നത്. ഏറ്റവും കോസ്റ്റ്ലിയസ്റ്റും ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാസലായിരുന്നു എന്നാണ് വെൽഷ് ചരിത്രത്തിൽ എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. പല ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും ഇവിടെയൊക്കെ നടന്നിട്ടുണ്ട്. പല റെബൽസും അടിപിടി ബഹളവും ഒക്കെ അന്ന് ഉണ്ടായിട്ടുള്ള ഒരു സ്ഥലമാണ്. അതിപ്പോൾ ഇന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇതാണ്. കുറേ ലെവൽസ് ഓഫ് സെക്യൂരിറ്റി, മോഡ്സ് ഉണ്ട്. ഒരു വാൾ കഴിഞ്ഞാൽ അടുത്ത വാൾ, അതിൻ്റെ മുകളിൽ പിന്നെ കുറേ മർഡർ ഹോൾസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എപ്പോഴും കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും. പിന്നെ സ്ട്രക്ചറും അതെ നല്ല സ്ട്രോങ് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. പലതും റൂയിൻസ് ആയിട്ടുണ്ടെങ്കിലും ഇതത്ര റൂയിൻഡ് അല്ല, ഓൾമോസ്റ്റ് ഇമ്പാക്റ്റ് ആണെന്ന് നമുക്ക് തോന്നും. അത്രയും ഒരു സ്ട്രോങ് ആയിട്ടുള്ളത് തന്നെയാണ്. ഹൈറ്റ് അധികമില്ല, അപ്പോൾ കുനിഞ്ഞു പോകണം, തല ഇടിക്കും.
ഇതാണ് ഒക്ടോഗണൽ ഷേപ്പ്. അതന്നെ ശരിക്കും മനസ്സിലാവും. സാധാരണ ഇങ്ങനത്തെ കാസലും ഇതൊക്കെ ഞങ്ങൾ കണ്ടിട്ടുള്ളതിൽ ഒന്നുമില്ല ഇത്രയധികം മുകളിലേക്ക് കയറാനോ ഒന്നും പറ്റാറില്ല. ഇതിപ്പോൾ ടവറിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ടവറിൻ്റെ മുകളിലേക്കും ആക്സസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അത് നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ വെൽ മെയിൻറ്റെയിൻഡ് ആണ് ഇത്. വെൽ ഫങ്ഷനിങ് വേണമുണ്ട്. കാരണം ആ സെറിമോണിയൽ ഇമ്പോർട്ടൻസും കൂടി ഉള്ളതുകൊണ്ട് നമുക്കതിൻ്റെ ഏറ്റവും മുകളിലത്തേതിലേക്കൊന്ന് കയറി നോക്കാം. അവിടെ നിന്നുള്ള ഒരു പക്ഷെ നല്ല വ്യൂമായിരിക്കും. അപ്പുറത്ത് കടലൊക്കെ ഉള്ള കാരണം വ്യൂ അടിപൊളിയാവും. ഇവിടെ ഇങ്ങനെ കുറേ കൊത്തളങ്ങളൊക്കെ ഉണ്ട്. ദൂരെ ഇത് കൂടെ നോക്കിയാൽ കടൽ കാണാം. അവിടെ ദൂരെ കാണുന്നത് കടലാണ്. നേരത്തെ നമ്മൾ നടന്ന ആ സ്ഥലം ഒക്ടേഗണൽ ഷേപ്പില് അതെ ഇതേപോലെ സ്ഥലമാണ്. അത് ഒരു ഒക്ടേഗണൽ സ്ഥലമുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ ഒരു ഒക്ടേഗണൽ ടവർ. കെർണാർവോൺ ടൗണിൻ്റെ ഒരു വ്യൂ ആണ് ഇന്നത്തെ ഒരു വ്യൂ. ഏകദേശം 1000 കൊല്ലം പഴക്കമുള്ള ടൗണാണത്. മോർ ദാൻ ദാറ്റ്. ഇത് കണ്ട ഒരു വാളാണ് ഉണ്ടോ ഇവിടെ. ബ്രേക്ക് ഈ കാസിൽ കഴിഞ്ഞിട്ട് റോഡുണ്ട്, പിന്നെ ഒരു വാളാണ്. അപ്പം മിക്കവാറും പഴയ ഒരു ടൗൺ വാളാവും. അതിലും കുറേ ടവേഴ്സ് പോലെ കാണാനുണ്ട്. ഇതാണ് ബ്ലാക്ക് ടവർ. ഈ ടവറിൽ പല വെൽഷ് ലെജൻഡ്സ് ആൻഡ് മിത്സ് പലതും ഈ ടവറിലാണ് ഉണ്ടായിരിക്കുന്നതും അതിനെ പറ്റിയിട്ടുള്ള നടന്ന സ്ഥലങ്ങളൊക്കെയാണെന്നാണ് പറയണത്. ഒരു കോറിഡോറാണ്. ഇവിടെ ഒരു എക്സിബിഷൻ ഉണ്ട് ഇതിൻ്റെ അകത്ത്, ഈ ചെറിയൊരു എൻക്ലോഷറിൻ്റെ അകത്ത്. അതൊന്ന് കാണട്ടെ, അത് കഴിഞ്ഞിട്ട് പറയാം എന്താണ് അതിൻ്റെ വിശേഷങ്ങൾ. വെയിൽസിലെ കഥകളും പഴയ ഹിസ്റ്ററി, ഇവിടുത്തെ ലെജൻഡ്സ്, ഇവിടുത്തെ മിത്ത്, അതിനെ പറ്റി ഒരു ഫുൾ വിവരണമാണ് ഇവിടെ ഉള്ളത്. ഈ ഒരു ചെറിയൊരു എക്സിബിഷൻ 5 or 6 അങ്ങനെ കാർഡ്ബോർഡ്സ് അവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർ ഈ ഇമ്പോർട്ടൻസ് ഓഫ് വെയിൽസ്, എങ്ങനെയാണ് വെയിൽസ് ഇംഗ്ലണ്ടിലേക്ക് കൂടി വന്നത്, ബ്രിട്ടനായിട്ട് മാറിയത്, അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് നമ്മുടെ ഈ ഇതിലുള്ളത്. ചാമ്പർലൈൻ ടവർ, അതിൻ്റെ അകത്തുള്ള ഒരു മുറിയാണത്. ഇവിടെ ഈ ടവറിൽ ഒരു ചിമ്നി സർവൈവ് ചെയ്തിട്ടെന്ന് പറയണം. ഓൺലി സർവൈവിങ് ചിമ്നി. പക്ഷെ എവിടെയാണെന്ന് ഞങ്ങളിതുവരെ കണ്ടില്ല, നോക്കട്ടെ. അപ്പോൾ അങ്ങനെ ചിമ്നി കണ്ടുപിടിച്ചു. ആ ഒരു ഏരിയയാണ് ചിമ്നി. അന്നത്തെ രാജാവ് അവരുടെ അപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ ഇതിലാണ് രാജാവിൻ്റെ റൂമും. വലിയൊരു ഹാളാണ്. ഈ കാസിൽ നമ്മൾ ഓൾമോസ്റ്റ് ഓടി കണ്ടു കഴിഞ്ഞു. വലിയ ഹ്യൂജ് കാസിലാട്ടോ. അതും ഓൾമോസ്റ്റ് എല്ലാ പാട്ടും ആക്സസിബിളാണ്. ടവേഴ്സ് എല്ലാം കയറി ഇറങ്ങി കുറച്ച് ടയേർഡായി, അത് ശരിയാണ്. പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം പല സ്ഥലത്ത് പോകുമ്പോഴും ഇത്രയും വെൽ മെയിൻറ്റെയിൻഡ് അല്ലെങ്കിൽ വെൽ കെപ്റ്റ് റൂയിനൊന്നും അല്ലാത്തൊരു കണ്ടിട്ടില്ല. പലതും പൊട്ടിപ്പൊളിഞ്ഞിട്ടൊക്കെയാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അതല്ലാതെ ഒരു കാസിൽ കണ്ടതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. പറ്റുകയാണെന്ന് വെച്ചാൽ എല്ലാവരും കാണണം ഇതെന്നൊരു ആണ് അഭിപ്രായം ഞങ്ങളുടെ. നല്ല ഹിസ്റ്റോറിക്കൽ പ്ലേസുമാണ്, നല്ല ഭംഗിയുള്ള സ്ഥലമാണ്, നല്ല വ്യൂ ആണ്. എല്ലാ പോയിന്റ് ഓഫ് വ്യൂന്നും ഒരു എനിക്ക് ഹാഫ് എ ഡേ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ഹാഫ് എ ഡേ എന്തായാലും വേണം. നല്ല ആരാംസ് അല്ലെങ്കിൽ നല്ല സാവധാനത്തിൽ കാണാനുള്ള കുറേ മ്യൂസിയംസും കുറേ അവരുടെ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ പലതും അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് നല്ല രസമായിട്ട് കൂടാം. ഞങ്ങൾക്ക് രസമായി.
അപ്പോൾ അങ്ങനെ അപ്പോൾ ഈ എപ്പിസോഡ് ഞങ്ങൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങളുടെ ചാനൽ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വല്ലവരുണ്ടെങ്കിൽ വീണ്ടും പറയുകയാണ്, ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത ഒരു വീഡിയോയിൽ വീണ്ടും വരാം. അതുവരേക്കും ബൈ. ബൈ.